അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്ന് ബാക്കി ജോലികളെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ അവൻ റെഡിയായി വന്നിരുന്നു. ക്ലാരയ്ക്ക് വയ്യാത്തതിനാൽ ജാൻസി തന്നെയായിരുന്നു ഭക്ഷണം എടുത്തു കൊടുത്തത്. ഒന്നും ചോദിക്കാതെ അവൾ അറിഞ്ഞു വിളമ്പി. പ്ലേറ്റിലെ ഓരോന്ന് തീരുന്നതിനനുസരിച്ച് ആവശ്യമുള്ളതൊക്കെ അവൾ വിളമ്പി. അവൻ അത്ഭുതം തോന്നി. അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ. ഇതാദ്യമാണ് പൂർണ്ണ മനസ്സോടെ അവൾ പലതും എടുത്തു തരുന്നത്. ചെറുചിരിയോടെ അവൻ കഴിച്ചു. നീ കഴിച്ചോ? കഴിച്ചോളാം, ഇരിക്കടി, ഇച്ചായം തരാം, അവൻ ചിരിയോടെ പറഞ്ഞു. ചുമ്മാ കുഞ്ഞു കളിക്കാതെ കഴിച്ചിട്ട് പോകാൻ നോക്കിക്കേ, അവൾ ഗൗരവത്തിൽ പറഞ്ഞു. ആഹാ, എങ്കിൽ കഴിപ്പിച്ചിട്ടേ ഉള്ളൂ, അങ്ങോട്ടിരിക്കടി, അതും പറഞ്ഞ് അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. ഒരു വേള അവൾക്കൊരു ഭയം തോന്നി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അതിന് അനുവദിച്ചില്ല. എന്തു ഈ കാണിക്കുന്നേ? ആരെങ്കിലും വന്ന് കാണും. കാണട്ടെ, എനിക്കൊരു പേടിയില്ല, ഞാൻ ധൈര്യമായി പറയും എൻ്റെ പെണ്ണാണെന്ന്. ചുമ്മാ ഇരിക്കും മനുഷ്യ, എന്നെ ഒന്ന് വിട്ടേ. അവളുടെ വർത്തമാനം കേട്ടിട്ട് അവന് ചിരി വന്നു. അവൻ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. എങ്കിൽ കഴിച്ചു കഴിയും വരെ മോൾ ഇവിടെ തന്നെ ഇരിക്കും, കുസൃതിയോടെ അവൻ പറഞ്ഞു. കഷ്ടമുണ്ട്, അവൾ പറഞ്ഞു. എങ്കിൽ കഴിക്ക്, അവൻ പറഞ്ഞപ്പോൾ അവൾ മറ്റു മാർഗമൊന്നുമില്ലാതെ വാ തുറന്നു. അവൻ ഭക്ഷണം അവൾക്ക് കൊടുത്തു. അവളത് കഴിച്ചു എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ അവളെ വിട്ടു. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ശേഷം ചെറുചിരിയോടെ അവൻ എഴുന്നേറ്റ് കൈകൾ കഴുകി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഞാൻ കഴിച്ച് കഴിയുന്നത് വരെ നീ വായി നോക്കി നിന്നതല്ലേ? എനിക്ക് വേറെ അസുഖമൊന്നും വരണ്ടെന്ന് കരുതി തന്നതാ. അവൻ കുസൃതിയോടത് പറഞ്ഞപ്പോൾ അവൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി. ഇപ്പം എന്താടി നിന്റെ മൂക്ക് ചുവക്കാതിരിക്കുന്നത്? അവൻ ചിരിയോടെ ചോദിച്ചു. പോകാൻ നോക്ക്. അവൾ ചിരിയോടെ അത് പറഞ്ഞതിന് ശേഷം അവൻ്റെ അരികിൽ നിന്നും അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന് ചിരിയോടെ അവൻ ഇറങ്ങി. അമ്മച്ചിയെ, ഞാൻ ഇറങ്ങുവാണേ എന്നൽപ്പം ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അതവൾക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു. അടുക്കളയിൽ നിന്ന് അവൾ അറിയാതെ ചിരിച്ചു. രാവിലെ തന്നെ ലിൻസി ഫോൺ എടുത്ത് ബോബിയെ വിളിച്ചു. ഹലോ ലിൻസി, ഇന്നലെ ഒരു പ്രോബ്ലം ആകണ്ട എന്ന് കരുതിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിനക്ക് വിഷമമായി എന്നറിയാം, സോറി. അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നി. അവളത് സ്വയം നിയന്ത്രിച്ചു. അതൊക്കെ എനിക്കറിയില്ലേ ബോബി. അവൻ ആശ്വാസം തോന്നി. അവൾ കൈവിട്ടുപോയി എന്നാണ് കരുതിയത്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ബോബി ഒന്ന് കാണണം. അതിനെന്താ? എപ്പോഴാ? അവൻ ഉത്സാഹത്തോട് ചോദിച്ചു. ഇന്ന് തന്നെ. പള്ളിയുടെ കപ്പേലെ വന്നാൽ മതി. അതിനെന്താ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. പിന്നെ വരുമ്പോൾ വെറുതെ വരണ്ട. അന്ന് ഞാൻ തന്നൊരു 10,000 രൂപയില്ലേ, അതുകൂടി കൊണ്ടുവരണം. ബോബി ശക്തമായി ഒന്ന് ഞെട്ടി. ലിൻസി, അത് പിന്നെ ഇപ്പോൾ അത്രയും കാശ് ഒന്നും പറയണ്ട, എനിക്ക് ഇന്ന് തന്നെ വേണം. അത് തന്നിട്ട് നീ എനിക്ക് വാങ്ങിത്തന്ന കുറേ തുണിയും ഫോണും ഒക്കെ കൊണ്ടുപോക്കോ തിരിച്ച്. ലിൻസി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് നിൻ്റെ പപ്പയും മമ്മിയും ഈ ഫോണിൽ നീ എനിക്ക് അയച്ച മെസ്സേജൊക്കെ കാണിക്കും. അയ്യോ വേണ്ട, ഞാൻ കാശ് കൊണ്ട് തരാം. ഇനി വിളിക്കേണ്ടി വരരുത്. ആ കാശ് എൻ്റെ ചേച്ചിയുടെ വിയർപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ആ കാശ് തരണം. ക്ലാര രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ വല്ലാതെ ക്ഷീണിതയായാണെന്ന് ജാൻസിക്ക് തോന്നിയിരുന്നു. ഒട്ടും വയ്യേ ക്ലാരമ്മച്ചി? അവൾ അവരോട് ചോദിച്ചു. എന്നാ പറയാനാ കൊച്ചേ, ഒട്ടും വയ്യ. ആ, പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നിന്നോടത് ഞാൻ പറയാൻ മറന്നുപോയി. എന്നതാണ്? അവൾ ചിരിയോടെ ചോദിച്ചു. നമ്മുടെ ആൽവിനില്ലേ, അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. പൊടുന്നനെ അവളിൽ ഒരു നടുക്കമുണ്ടാകുന്നത് അവൾ അറിഞ്ഞു. അറിയാതെ കയ്യിലിരുന്ന പാത്രം സ്ലാബിലേക്ക് ഊർന്നു പോയിരുന്നു. അവൻ വാരി നൽകിയ ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. അന്നിവിടെ വന്നില്ലേ ടെസ? അവളുടെ അപ്പച്ചനും ഇച്ചായനും കൂടി ഇന്നലെ അവളുടെ വീട്ടിൽ വെച്ച് അതങ്ങ് ഉറപ്പിച്ചു. ഞായറാഴ്ച എങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ഇച്ചായൻ. ആൽവിൻ സാറ് സമ്മതിച്ചോ? അവസാന പ്രതീക്ഷ പോലെ അവൾ ചോദിച്ചു. സമ്മതിക്കാതിരിക്കാൻ എന്നാ കാരണം? അവളെ ഭയങ്കര ഇഷ്ടം അവന്, പണ്ട് തൊട്ടേ. എപ്പോഴും അവളുടെ കാര്യം പറയും. അവളെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. അവൻ അങ്ങനെ പെൺസുഹൃത്തുക്കളൊന്നുമില്ല. ഈ കൊച്ചിനോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമാണ്. ദിവസവും ഒരു 3-4 തവണയെങ്കിലും ആ പെൺകൊച്ചിനെ അവൻ വിളിക്കും. ചോദിച്ചപ്പോൾ ആ പെൺകൊച്ചിൻ്റെ മനസ്സിലും അവനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നമ്മളായിട്ട് എന്നാത്തിനാ വച്ച് താമസിപ്പിക്കുന്നത്? എല്ലാം കൊണ്ടും അവന് ചേരുന്ന കൊച്ചല്ലേ? ആ അതെ.
ചേരുന്ന കൊച്ചാണ്, ചേരാത്തത് താൻ മാത്രമാണ്. അവൾ മനസ്സിലോർത്തു. ഒരു നിമിഷം അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ആകാശത്തെ സൂര്യനെ മോഹിച്ച് വാടി വീണ സൂര്യകാന്തിയെക്കുറിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. അതുപോലെയായിരുന്നു താൻ. ഇന്നലെ താൻ വലിയ വായിൽ ലിൻസിയോട് സംസാരിച്ചതാണ്. താൻ സ്വന്തം സ്ഥാനം മറന്നുകൊണ്ടാണ് ഇത്രയും നാളും പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം അവസ്ഥ താൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? തുടരും.